അന്തർദേശീയ ഏവിയേഷൻ ചരിത്രത്തിന് അങ്ങനെ ഒരു കറുത്ത കാലമുണ്ട്. എയർ ഹോസ്റ്റസുമാരായിരുന്ന സ്ത്രീകളെ തങ്ങളുടെ വിൽപ്പന കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന കാലം. സ്ത്രീ ലൈംഗികത എന്ന യുണീക് സെല്ലിംഗ് പോയിന്റാണ് വിമാനങ്ങൾ നിറയ്ക്കുന്നതെന്ന് എയർലൈൻസ് മാനേജ്മെന്റുകൾ വിശ്വസിച്ചിരുന്ന 1950കളെയും 60കളെയും കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എയർ ഹോസ്റ്റസുമാർക്ക് വേണ്ടി തയ്യാറാക്കുന്ന യൂണിഫോം മുതൽ അവരുടെ ജോലി തുടങ്ങുന്ന പ്രായം, നിർബന്ധിത റിട്ടയർമെന്റ് പ്രായം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരുന്നത് അക്കാലത്ത് ലൈംഗികതയായിരുന്നു. വിമാനത്തിൽ വൻ തുക മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ജെന്റിൽമാൻമാരെ സന്തോഷിപ്പിക്കലാണ് എയർ ഹോസ്റ്റസുമാരുടെ ജോലിയെന്ന് ട്രെയിനിങ് സമയം മുതൽ പറഞ്ഞു പഠിപ്പിച്ച് പറക്കാൻ വിട്ട എയർ ഹോസ്റ്റസുമാർ നടത്തിയ ഐതിഹാസിക സമരപരമ്പരകളാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ആ കറുത്ത കാലത്തിന് വിരാമമിട്ടത്. So smooth, you can hardly tell when you start down the runway. And suddenly you're airborne. 1950കളിലാണ് അമേരിക്കൻ സിവിൽ ഏവിയേഷൻ അതിന്റെ വരാനിരിക്കുന്ന വസന്തകാലത്തിന് തുടക്കമിട്ടത്. പാനാം കമ്പനി സെയിൽസിന്റെ കാര്യത്തിൽ അതിന്റെ എക്കാലത്തെയും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. നോർത്ത് വെസ്റ്റ്, ക്യാപിറ്റൽ എയർലൈൻസ്, നാഷണൽ എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ, ബ്രാനീഫ്, ചിക്കാഗോ ആൻഡ് സദേൺ, മിഡ് കോണ്ടിനെന്റ് തുടങ്ങിയ വൻ കമ്പനികൾ യാത്രക്കാരെ റാഞ്ചാൻ മത്സരിക്കുന്ന ആ കാലമായിരുന്നു എയർ ഹോസ്റ്റസുമാരുടെ ദുരിതകാലം. തങ്ങളുടെ പരസ്യങ്ങളിൽ തന്നെ എയർലൈൻസ് കമ്പനികൾ പച്ചയ്ക്ക് പറഞ്ഞിരുന്നത്, നിങ്ങൾ യാത്രയ്ക്കായി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊപ്പം ഞങ്ങളുടെ ഗേൾസിനെയും പർച്ചേസ് ചെയ്യുന്നുവെന്നായിരുന്നു. ഇത്രയും പുറത്തറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അകത്ത് സംഭവിച്ചിരുന്നത് മനുഷ്യനെ അവന്റെ ഇറച്ചിയോടെ വിൽക്കാൻ പാകത്തിന് ഒരുക്കിയെടുക്കുന്ന കൊടും ക്രൂരതകളുടെ കഥകളായിരുന്നു. റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടം മുതൽ തുടങ്ങുന്നു സ്ത്രീ എന്ന വിൽപ്പന മൂല്യമുള്ള കമ്മോഡിറ്റി തേച്ചു മിനുക്കി തങ്ങൾക്കിണങ്ങുന്ന മട്ടിൽ പരുവപ്പെടുത്താനുള്ള എയർലൈൻസ് മാനേജ്മെന്റുകളുടെ ശ്രമങ്ങൾ. സ്ത്രീകളുടെ ശരീരമാണ് തങ്ങളുടെ ബിസിനസിന്റെ ജീവനാഡിയെന്ന് തിരിച്ചറിഞ്ഞുള്ള റിക്രൂട്ട്മെന്റ് പ്രാക്ടീസുകളാണ് 1950കളിൽ നടന്നിരുന്നത്. ശരീരഭാരവും അഴകളവുകളുമാണ് ഏറ്റവും ആദ്യം ഒന്നിച്ചു വരേണ്ട മാനദണ്ഡം. പൂർണ്ണ നഗ്നരാക്കിയായിരുന്നു ഈ പരിശോധനകൾ അത്രയും. അതും സെലക്ഷൻ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് നാമമാത്രമായ സ്ത്രീകൾ മാത്രം. എയർ സ്റ്റുവാർഡ് ആവാൻ വരുന്ന പെൺകുട്ടികളുടെ പ്രായം തീർച്ചയായും 19 കഴിയരുതായിരുന്നു. ശരീരഭാരം 47 കിലോയ്ക്കും 49 കിലോയ്ക്കും മധ്യയും ഉയരം 152 സെന്റിമീറ്ററിൽ കുറയാതെയും വേണം. തൊലിയുടെ നിറം വെളുപ്പിൽ മറ്റൊരു ശരീരകലകളോ മറുകുകളോ പോലും ഇല്ലാത്ത വിധം ശുദ്ധമായിരിക്കണം. ഇരുനിറക്കാരോ കറുത്തവർഗ്ഗക്കാരോ പുരുഷന്മാരോ അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. കണ്ണട ധരിക്കുന്ന സ്ത്രീകളും വരിയൊത്ത പല്ലില്ലാത്തവരും മുടിക്കുള്ളില്ലാത്തവരും എല്ലാം പിന്തള്ളപ്പെട്ടു. തങ്ങളുടെ സെലക്ഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പിന്തള്ളപ്പെട്ട മത്സരാർത്ഥികളെ ചേർത്ത് ഈസ്റ്റേൺ എയർലൈൻസ് അക്കാലത്ത് ഒരു പ്രത്യേക പരസ്യം തന്നെ പുറത്തിറക്കിയിരുന്നു. സെക്സ് സബ്ജക്ട് എന്നാണ് എയർ സ്റ്റുവാർഡ് സെലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികളെ ട്രെയിനർമാർ രഹസ്യമായും പലപ്പോഴും പരസ്യമായും വിളിച്ചിരുന്നത്. പരിശീലനം അതികഠിനമായിരിക്കും. ശരീരം മുറുകുന്ന യൂണിഫോം ധരിക്കുന്നതിനും മണിക്കൂറുകളോളം മേക്കപ്പിന്റെ തിളക്കം നഷ്ടപ്പെടാത്ത രീതിയിൽ യാന്ത്രികമായി പെരുമാറുന്നതിനുമെല്ലാം പരിശീലനം ലഭിക്കും. തങ്ങൾ ഏതു സമയവും അവൈലബിൾ ആണ് എന്ന് യാത്രക്കാരായ ജെന്റിൽമെനിന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം അവരുടെ ഇരിപ്പും നോട്ടവും നടത്തവും എല്ലാം. ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ പറക്കുന്നൊരു നരകത്തിലേക്കായിരുന്നു ഈ സ്ത്രീകൾ എത്തിയിരുന്നത്. അവരുടെ നേരെയുള്ള എല്ലാ മര്യാദകേടുകളും കടന്നുകയറ്റ ശ്രമങ്ങളും ഫൺ എന്ന വിഭാഗത്തിൽപ്പെടുത്തി നിശബ്ദമാക്കപ്പെട്ടു. ഓരോ ദിവസവും വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് എയർ സ്റ്റുവാർഡുമാർക്ക് ഭാരപരിശോധന നിർബന്ധമായിരുന്നു. അനുവദനീയമായതിൽ 1 കിലോ ഭാരം കൂടിയാൽ പോലും അവർ അന്നത്തെ ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ അതികഠിനമായ ഡയറ്റിംഗ് രീതികളാണ് സ്റ്റുവാർഡുമാർ സ്വീകരിച്ചിരുന്നത്. തുടർച്ചയായി ഡയൂററ്റിക്കായ ഗുളികകളും അവർ ധാരാളമായി ഉപയോഗിച്ചു. കടും നിറത്തിലുള്ള യൂണിഫോമുകളാണ് എയർ സ്റ്റുവാർഡുമാർക്ക് നൽകിയിരുന്നത്. അവരുടെ ശരീരത്തിന്റെ വടിവ് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അരക്കെട്ടിലും മാറിടത്തിലുമെല്ലാം മുറുക്കം കൂട്ടിയിരുന്നു. ശ്വാസം മുട്ടിയാണ് അവർ 8-10 മണിക്കൂറുകൾ പറന്നിരുന്നത്. എയർലൈൻ കമ്പനികൾ പത്രങ്ങളിലും ടെലിവിഷനിലും മാഗസിനിലും എല്ലാം നൽകിയിരുന്ന പരസ്യങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് ഈ സ്ത്രീകളുടെ ലൈംഗികതയായിരുന്നു. അവർ തുടർച്ചയായി വിഷ്വൽ റേപ്പിനിരയായി. നാഷണൽ എയർലൈൻസ് ഫ്ലൈ മീ എന്ന പേരിൽ പ്രകോപനപരമായ ഒരു പരസ്യ സീരീസ് തന്നെ പുറത്തിറക്കി. ഇതെല്ലാം ആ വ്യവസായത്തിന്റെ എത്തിക്കറ്റ് എന്ന രീതിയിൽ നീതീകരിക്കപ്പെട്ടു. I'm Diane. Fly me. I'm Terry. Fly me. I'm Marisa. Fly me. I'm Cindy. Fly me to Miami. പരാതിപ്പെടുന്ന സ്ത്രീകൾക്കോ അവരുടെ അഭിമാനബോധത്തിനോ ഈ ഇൻഡസ്ട്രിയിൽ അക്കാലത്ത് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അന്ന് അമേരിക്കയിൽ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന തരത്തിലധികം തൊഴിൽ മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ടീച്ചർ ആവുക, അല്ലെങ്കിൽ നഴ്സ് ആവുക, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവുക എന്നതിൽ കവിഞ്ഞ് മറ്റ് സാധ്യതകളൊന്നുമില്ലാത്ത മധ്യവർഗ അമേരിക്കൻ പെൺകുട്ടികൾ പക്ഷേ ഗ്ലാമറും പകിട്ടുമുള്ള ഈ ജോലിയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അത്തരത്തിലായിരുന്നു എയർലൈനുകൾ ഈ ജോലിയെക്കുറിച്ചുള്ള പൊതുബോധം സൃഷ്ടിച്ചത്. ജോലിയുടെ സുരക്ഷിതത്വം എന്നത് ഇവരെ സംബന്ധിച്ച് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. പുരികത്തിലെ ഏതാനും രോമങ്ങൾ കൊഴിഞ്ഞാൽ പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഇതിന് പുറമെയായിരുന്നു നിർബന്ധിത റിട്ടയർമെന്റ്. എയർലൈൻസുകൾക്ക് വേണ്ടത് യുവത്വമാണ്. 27 വയസ്സിൽ അത് അവസാനിക്കുന്നുവെന്നാണ് അവർ കണക്ക് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ എയർ സ്റ്റുവാർഡുമാർ 30 വയസ്സിന് മുമ്പേ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യണമായിരുന്നു. ഇവർക്കൊരു തൊഴിലാളി യൂണിയൻ ഉണ്ടായിരുന്നു. ഗൗരവമുള്ള സെക്ഷൽ അബ്യൂസുകളെ കുറിച്ച് അവർ നൽകിയ പരാതികളെല്ലാം പക്ഷേ നിർദാക്ഷിണ്യം തള്ളിക്കളയപ്പെട്ടു. ജോലി ചെയ്യുന്ന കാലത്തൊന്നും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും അസാധ്യമായിരുന്നു. തങ്ങളുടെ സ്റ്റുവാർഡുമാർ രഹസ്യമായി വിവാഹം കഴിക്കുന്നുണ്ടോ, അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നെല്ലാം അന്വേഷിക്കാൻ എയർലൈൻ കമ്പനികൾ സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ പോലും നിയോഗിച്ചിരുന്നു. 1965
2005 ബ്രാൻഡിഫ് എയർലൈൻസിലെ ജീവനക്കാരിയായിരുന്ന ബെറ്റി ഗ്രീൻ ബേറ്റ്മാൻ എന്ന എയർ സ്റ്റുവാർഡിനെ പിരിച്ചുവിട്ടു. അവർ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നതായിരുന്നു കാരണം. അത് വലിയ കോളിളക്കമുണ്ടാക്കി. ബേറ്റ്മാൻ ഇക്കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ കോടതിയിൽ പോയി. ആ കേസിൽ അവർ വിജയിച്ചു. എയർലൈൻ കമ്പനിക്ക് ബേറ്റ്മാനെ തിരിച്ചെടുക്കേണ്ടി വന്നു. ബേറ്റ്മാൻ കേസ് വിജയിക്കാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. 1964 അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ട് പാസ്സായത്. എയർലൈനുകളുടെ ഇത്തരം ചൂഷണങ്ങളും ലൈംഗിക പ്രദർശനങ്ങളും ജെൻഡർ ഡിസ്ക്രിമിനേഷനും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു ഈ നിയമം. ബേറ്റ്മാൻ കേസും സിവിൽ റൈറ്റ്സ് ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ എയർലൈനുകൾ പുലർത്തുന്ന അമാന്തവും അവിടെ ചില പൊട്ടലും ചീറ്റലും സൃഷ്ടിക്കാൻ തുടങ്ങി. ആ സ്ത്രീകൾ തങ്ങളുടെ നേരെ നീളുന്ന കൈകളെയും വഷളം ചിരികളെയും ചെറുതായി പ്രതിരോധിക്കാനും തുടങ്ങി. അതിനിടെ മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കറുത്ത വർഗ്ഗക്കാരെ ഈ ജോലിക്ക് ഒരു സ്ഥാപനവും പരിഗണിച്ചിരുന്നില്ല. എന്നാൽ നിയമത്തിലെ ഈ അസമത്വത്തിനെതിരെ പടപൊരുതി കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ എയർ സ്റ്റുവാർഡ്സ് സ്കൂളിൽ പഠിക്കാനെത്തി. പട്രീഷ്യ ബാങ്ക്സ് എഡ്മിസ്റ്റൺ. നിരവധി എതിർപ്പുകൾ നേരിട്ട് അവർ കോഴ്സ് പൂർത്തിയാക്കി. ക്യാപിറ്റൽ എയർലൈൻസിൽ ജോലിക്ക് അപേക്ഷിച്ചു. നിരവധി തവണ അപേക്ഷ തള്ളി. എന്നാൽ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ 4 വർഷത്തിന് ശേഷം ക്യാപിറ്റൽ എയർലൈൻസ് അവർ ജോലിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ അമേരിക്കൻ എയർ ഹോസ്റ്റസ് ആയി പട്രീഷ്യ. 1964 പാസ്സായ സിവിൽ റൈറ്റ്സ് ആക്ടിലെ ടൈറ്റിൽ 7 ഒന്നുകൂടി ഭേദഗതി ചെയ്തതോടെ എയർ ഹോസ്റ്റസുമാരുടെ ദുരിതത്തിന് ഒരു പരിധിവരെ അറുതിയായി. ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രകാരം സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷയും തൊഴിലിടത്തിലെ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കപ്പെട്ടു. പുരുഷന്മാർക്കും എയർ സ്റ്റുവാർഡ് ആകാമെന്ന നില വന്നു. കൂടുതൽ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ ഈ തൊഴിലിലേക്ക് എത്തി. എന്നാൽ എയർലൈനുകൾ അപ്പോഴും സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങളോട് ഏതാണ്ട് പുറംതിരിഞ്ഞ മനോഭാവമായിരുന്നു. ഇതോടെ അമേരിക്കയിലും യൂറോപ്പിലും എയർ സ്റ്റുവാർഡുമാരുടെ സമര പരമ്പരകളാണ് അരങ്ങേറിയത്. അമേരിക്കയിൽ സ്ത്രീകളായ എയർ സ്റ്റുവാർഡുമാർക്ക് വേണ്ടി മാത്രം സ്റ്റുവേർഡ്സ് യൂണിയൻ ഫോർ വിമൻ റൈറ്റ്സ് രൂപീകരിക്കപ്പെട്ടു. സെക്ഷൽ ഡിസ്ക്രിമിനേഷനെതിരെ 1962 മുതൽ 65 വരെ രേഖപ്പെടുത്തിയത് 103 കേസുകളായിരുന്നു. മിക്കതും സ്ത്രീകൾ ജയിച്ചു. ഓരോ ദിവസവും വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ശരീരഭാരം പരിശോധിക്കുന്ന രീതിക്കെതിരെ സ്ത്രീകളുടെ സമരം നടന്നു. അത് വിജയിച്ചതോടെ ആ പതിവില്ലാതായി. ഇറുകിയ യൂണിഫോമുകൾക്കെതിരെയും സമരമുണ്ടായി. എയർലൈനുകൾ തങ്ങളുടെ യൂണിഫോമുകൾ റീഡിസൈൻ ചെയ്യേണ്ടി വന്നു. നോ മാരേജ് പോളിസി ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. എയർ സ്റ്റുവാർഡുമാർക്ക് വിവാഹശേഷവും ജോലി ചെയ്യാൻ സാധിക്കുമെന്നായി. ഗർഭിണികളായ എയർ സ്റ്റുവാർഡുമാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി അനുവദിക്കപ്പെട്ടു. തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പായി. സ്ത്രീകളുടെ ജോലി അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സേവന വേതന വ്യവസ്ഥകൾ ഉദാരീകരിക്കുന്നതിനും എയർ സ്റ്റുവാർഡുമാരുടെ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും വലിയ പങ്കാണ് വഹിച്ചത്. ആരോഗ്യ മേഖലയിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കും എല്ലാം ഈ തരംഗം കയറി ചെന്നു. നാം ഇന്ന് കാണുന്ന രീതിയിൽ അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന എയർ ഹോസ്റ്റസുമാരുടെ ജീവിതം ആ ധീര വനിതകളുടെ ത്യാഗമാണ്. ഞാൻ ബിനീഷ് അരവിന്ദൻ. ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.